കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, ചിത്തിര, ചോതി, വിശാഖം, ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന 4 രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏപ്രിൽ മാസം 3-ാം തീയതി വ്യാഴാഴ്ച ജീവിതത്തിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. കാരണം ഈ ഏപ്രിൽ മാസം 3-ാം തീയതി ബുധൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ മീനം രാശിയിലേക്ക് ബുധൻ എത്തുന്ന ഈ സമയത്ത് മീനം രാശിയിൽ തന്നെ ശനിയും നിൽക്കുന്നതിനാൽ ഈ 2 ഗ്രഹങ്ങളുടെയും സംയോഗം പൂരുരുട്ടാതി നക്ഷത്രത്തിൽ വച്ച് നടക്കും. അപ്പോൾ ഈ ശനിയുടെയും ബുധൻ്റെയും സംയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായി ഈ വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ 4 രാശിക്കാർക്കും ഈ ശനിയുടെയും ബുധൻ്റെയും സംയോഗം കൊണ്ട് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ ആദ്യമായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിയുടെ 11-ാം ഭാവത്തിലാണ് ബുധൻ്റെ രാശിമാറ്റം നടക്കുന്നത് എന്നതിനാൽ തന്നെ ഇടവം രാശിക്കാർക്ക് ഈ വ്യാഴാഴ്ചയോടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകളെയും മനസ്സിൽ നിങ്ങൾ അടക്കിപ്പിടിച്ചിരുന്ന നിങ്ങളുടെ സങ്കടങ്ങളെയെല്ലാം ഭഗവാൻ കണ്ടറിഞ്ഞ് നിങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിടങ്ങളിൽ നിങ്ങളെക്കാളും കൂടുതൽ തൊഴിലിൽ പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് കൂടുതൽ ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും അത് നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ചില ഉയർച്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനും ഇടയാക്കും. മാത്രമല്ല, ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിൽ കണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഈ ഏപ്രിൽ മാസമെങ്കിലും ഇതെല്ലാം നടന്നേ പറ്റൂ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ മുഴുവനല്ലെങ്കിലും ഒരു ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ ഈ ഏപ്രിൽ മാസം 3-ാം തീയതി വ്യാഴാഴ്ചയോടെ ഭാഗ്യം ലഭിക്കും. മറ്റുള്ള എല്ലാ ഉയർച്ചകളും നിങ്ങളിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ മാനസികമായ സന്തോഷവും ശാരീരികമായിട്ടുള്ള മെച്ചപ്പെട്ട അവസ്ഥകളുമെല്ലാം ഈ ബുധൻ്റെ രാശിമാറ്റത്തോടുകൂടി എത്തുകയാണ്. ഇനി രണ്ടാമതായി ഈ ഏപ്രിൽ മാസം 3-ാം തീയതി നടക്കുന്ന ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിയുടെ 10-ാം ഭാവത്തിലാണ് ശനിയുടെയും ബുധൻ്റെയും സംയോഗം നടക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ജീവിതത്തിൽ മനസ്സമാധാനം എന്താണെന്ന് പോലും അനുഭവിച്ചറിയുവാൻ കഴിയാതിരുന്ന പല മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും ഈ ഏപ്രിൽ മാസം 3-ാം തീയതിയോടെ വളരെയധികം സമാധാനവും സന്തോഷവും ധനവരവും ഉണ്ടാകുന്ന സമയമായിരിക്കും തുടങ്ങുന്നത്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയം പല കോണിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് ചില ധനവരവുണ്ടാകുന്ന തരത്തിൽ നേട്ടങ്ങൾ മിഥുനം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ തകർച്ച കാണുവാൻ കണ്ണും നട്ടിരിക്കുന്ന നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ
അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പല നേട്ടങ്ങളും നിങ്ങൾ കൈവരിക്കുമെന്നുള്ളതിൽ സംശയമേ വേണ്ട. കാരണം അത്രയ്ക്ക് അനുകൂലമായാണ് ഈ ബുധൻ്റെ രാശിമാറ്റം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ കൊടുത്തു തീർക്കുവാനുള്ള പണം തിരികെ നൽകിയില്ലെങ്കിൽ വീട് വരെ ജപ്തിയാകുമെന്ന നിലയിൽ മനസ്സ് വിഷമിച്ചിരുന്ന നിരവധി മിഥുനം രാശിക്കാരുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച കൈവരികയും അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ തകർത്തുകൊണ്ടിരുന്ന ഈ പ്രശ്നത്തിന് നിമിഷ നേരം കൊണ്ട് പരിഹാരമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയും ചെയ്യും. എന്തുകൊണ്ടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധൻ്റെ രാശിമാറ്റം മഹാഭാഗ്യമാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി മൂന്നാമതായി ബുധൻ്റെ മീനം രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. എത്രയൊക്കെ നല്ല സമയങ്ങൾ വന്നാലും അതിൻ്റെ ഒന്നും ഒരു ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ ഇതുവരെ തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത തരത്തിൽ അത്രയേറെ കഷ്ടതകളും ദുരിതങ്ങളും പലതരത്തിലുള്ള വേവലാതികളും ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാരായിട്ടുള്ള മിക്ക ആളുകളും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളുടെയും തുടക്കമായിരിക്കും ഈ ഏപ്രിൽ മാസം 3-ാം തീയതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചില പ്രത്യേക പരീക്ഷകളൊക്കെ എഴുതുവാൻ പോകുന്ന തുലാം രാശിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇത് ഏറ്റവും നല്ല സമയമാണ്. അവരുടെ പരിശ്രമം മാത്രം മതി വിജയം അവർക്കൊപ്പമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ചില സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ എഴുതിയിട്ട് അതിൻ്റെ ഫലം വരുവാനായി കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്കും അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതുവാൻ പോകുന്ന തുലാം രാശിക്കാർക്കും ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു വിജയം ബുധൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ബുധൻ്റെയും ശനിയുടെയും ഈ സംയോഗം നിങ്ങൾക്ക് ഏറ്റവും വലിയ ലാഭഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഈ ഏപ്രിൽ മാസം 3-ാം തീയതിയോടെ വരുവാൻ പോകുന്ന നേട്ടങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇനി അവസാനമായി ഈ ഏപ്രിൽ മാസം 3-ാം തീയതി വ്യാഴാഴ്ച നടക്കുവാൻ പോകുന്ന ശനിയുടെയും ബുധൻ്റെയും സംയോഗം കൊണ്ട് ജീവിതം തന്നെ രക്ഷപ്പെടുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. ഈ മകരം രാശിക്കാർ ഈ ഒരു അധ്യായം കാണുന്നതിന് തൊട്ട് മുൻപ് വരെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണെന്ന് വരെ സ്വയം കുറ്റപ്പെടുത്തിയിരുന്നവരാണ്. കാരണം അത്രയേറെ കഷ്ടതകൾ നിങ്ങൾ ജീവിതത്തിൽ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പല ദുരനുഭവങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഏപ്രിൽ മാസം 3-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചില സ്നേഹബന്ധങ്ങളിലുണ്ടായ തകർച്ച കൊണ്ട് ജീവിതം വരെ അവസാനിപ്പിക്കുവാൻ മനസ്സിൽ പദ്ധതിയിടുന്ന ചില മകരം രാശിക്കാരുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടം തുടങ്ങുവാൻ പോകുന്നതേയുള്ളൂ. നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചവരെ ഓർത്ത് ഒരു കാരണവശാലും സമയവും ആരോഗ്യവും പാഴാക്കുവാൻ നിൽക്കരുത്. കാരണം ഇനിയുള്ള കാലയളവ് നിങ്ങളുടെ ജീവിതത്തിൽ
വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരന്തരം പരിശ്രമം നടത്തിയിട്ടും കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറുവാൻ കഴിയാതിരുന്ന മകരം രാശിക്കാർക്കും ബുധൻ്റെ ഈ രാശിമാറ്റം മഹാഭാഗ്യമായാണ് വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉയർച്ചയിലേക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലേക്കും എത്തിച്ചേരും ഈ ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ. അപ്പോൾ ഇടവം, മിഥുനം, തുലാം, മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും കഷ്ടതകളും മറക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല കാലത്തിൻ്റെ തുടക്കമായിരിക്കും ഏപ്രിൽ മാസം 3-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.